അതെ, ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗോപികയുടെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഓവറായിട്ട് ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ആമിനെ ഇന്നൊരു സ്ലീക്ക് ബൺ ഹെയർ സ്റ്റൈൽ സാരിയൊക്കെ കൊടുത്തിട്ടാണ് ഞാനൊരു വലിയ കമ്മലൊക്കെ ഇട്ടൊരു ചുരിദാറൊക്കെ ഇട്ടങ്ങ് ഇറങ്ങി. പങ്ക്ച്വാലിറ്റിയുള്ള ആൾക്കാരായതുകൊണ്ട് കെട്ടിന് മുമ്പ് ഞങ്ങൾ സ്ഥലത്തെത്തി. കല്യാണം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഈ ദൃശ്യം എൻ്റെ കണ്ണുകൾ ഉടക്കിയത്. ഒരു മോഹിനിയാട്ടിയും ഒരു കഥകളിക്കാരിയും. എങ്ങനെ പോയാലും ഉച്ച കഴിയുമ്പോൾ ഇവർക്കൊരു 1000 രൂപ വീതം കിട്ടും. എന്തുകൊണ്ട് ഞാനും ഇത് ട്രൈ ചെയ്തുകൂടാ? ഓഡിറ്റോറിയത്തിലിരുന്ന് പുതിയൊരു ബിസിനസ് സാധ്യതയാണ് എൻ്റെ മനസ്സിൽ പൊട്ടിമുളച്ചത്. പിന്നീട് എൻ്റെ കണ്ണുകൾ ചെന്ന് ഉടക്കിയത് ഈ ചേട്ടനിലാണ്. എത്ര മനോഹരമായാണ് അദ്ദേഹം PP വായിക്കുന്നത്. വാവ്! പിന്നെ വേറൊരു സംഭവം എന്നാണോ സുഹൃത്തുക്കളെ, ഈ നിൽക്കുന്ന അദീല ഷാജാൻ ഒരു മാമൻ വന്ന് ചേച്ചിന്ന് വിളിച്ചിട്ട് പോയി. ഇതിപ്പറ സങ്കടം അവക്കിനി വരാൻ വേറെന്തുണ്ട് സുഹൃത്തുക്കളെ. സദ്യ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ വയറ് നിറഞ്ഞു പോയെന്നാണ് അവൾ പറഞ്ഞത്. കണ്ടോ, അവൾക്ക് സദ്യ പോലും കഴിക്കാൻ പറ്റുന്നില്ല. ദാണ്ട് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും രാവിലെ തൊട്ട് കാത്തിരിക്കുന്നത്. സദ്യ കഴിക്കാൻ വേണ്ടി വെറും പച്ചവെള്ളം മാത്രം കുടിച്ചു വന്ന ടീംസ് വരെയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണ സദ്യ. നമ്മുടെ ചോറും പരിപ്പും നെയ്യും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ചോറും സാമ്പാറും വന്നു. പിന്നെ നമ്മുടെ പായസവും പഴവും പപ്പടവും വന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കടല പായസം വന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ നമ്മുടെ ബോളി വന്നു. പിന്നെ അതിൻ്റെ മണ്ടയിൽ നമ്മുടെ അടിപൊളി ബ്രഹ്മസല്ലി പായസം വന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളൊരു പറയാണ് നമ്മളിനി കുറച്ച് മോരും കൂട്ടി ചോറ് കഴിക്കണമെന്ന്. അതും കഴിച്ച് നമ്മൾ ഇലയും മടക്കി ഹയറ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഈ തള്ളമാരുടെ ഫോട്ടോഷൂട്ടായിരുന്നു. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായക്കൂടുതലില്ലേ? മുണ്ടെന്നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിയാണ് സുഹൃത്തുക്കളെ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അദീല മാമി നല്ല വാതിലിന് എല്ലാവരെയും കൂടെ വണ്ടിയിലോട്ട് വിളിച്ച് കയറ്റുന്ന ദൃശ്യങ്ങളാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആമിനക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാലമുക്കിലുള്ളൊരു വയലിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗത്തിലുള്ള എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.